കോളനിയിലെ ആൾക്കാർക്ക് വേണ്ടി തന്റെ ജൂനിയർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വലിയ ബഹളമുണ്ടാക്കിയത് കേട്ടല്ലോ. താൻ എന്റെ ലീഗൽ അഡ്വൈസറാ, കോളനിക്കാരുടെ അല്ല. എന്റെ അറിവോടെ അല്ല അവൾ സ്റ്റേഷനിൽ ചെന്നത്. മേ ബി അവൾ കോളനിയിലെ താമസക്കാരി ആയതിന്റെ സെന്റിമെന്റ്സ് കൊണ്ട് ചെന്നതായിരിക്കാം. അവള് തന്റെ ജൂനിയർ ആണെങ്കിലും ആള് വലിയ സാമർഥ്യക്കാരിയാ. കോളനിക്കാർക്ക് വേണ്ടി അവൾ കേസ് വാദിക്കാൻ നിന്നാൽ സംഗതിയാകെ കുഴപ്പാ. മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനങ്ങൾ നമ്മുടെ ആളുകൾ കോളനിയിൽ കൊണ്ടു വെച്ചതൊക്കെ അവൾ തെളിയിക്കില്ലെന്നെന്താ ഉറപ്പ്? സിംഗപ്പൂർ എത്തിയാ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ചരക്കിപ്പോ നമ്മുടെ പണിതീരാത്ത ഗോഡൌണിനകത്താ. ആരെങ്കിലും കണ്ടുപിടിച്ചാൽ എല്ലാവരും അകത്താ. 18-ാം തീയതി KS പിള്ള വിദേശ പര്യടനത്തിന് പോകില്ലേ? സാധനം സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് കേസ് തെളിയിക്കാനാ? എങ്ങോട്ട് പോകുന്നു? നാട്ടിലേക്ക്. മായ പറഞ്ഞത് ശരിയാ. ഒരിക്കൽ കള്ളനായിരുന്നവന് പോലീസിന്റെ കുപ്പായം അണിയാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഗോപി എന്നോട് ക്ഷമിക്കണം. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഗോപിയെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. മ്യൂസിയത്തിലെ മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ചാക്കോച്ചനും കൂട്ടരുമാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായത്. ഇന്ന് രാത്രി KS പിള്ള സിംഗപ്പൂരിലേക്ക് പുറപ്പെടുകയാ. മോഷണ സാധനങ്ങളൊക്കെ കടത്താനുള്ള പരിപാടിയാ. ഗോപി എന്താ ഒന്നും മിണ്ടാത്തത്? സമൂഹത്തിലെ ഉന്നതന്മാർക്കെതിരെ വെറും സാധാരണക്കാരായ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. അധികാരത്തിന്റെ ആകെ ഉണ്ടായിരുന്ന ബലവും നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? അധികാരം മാത്രമല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഗോപി കാണിച്ചിട്ടുള്ള ബുദ്ധിയും തന്റെയോടും ഒക്കെ ഇപ്പോഴും ബാക്കിയില്ലേ? ഈ അവസരത്തിൽ അത് പ്രയോഗിച്ചില്ലെങ്കിൽ യാതൊരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മാത്തുണ്ണയും കൂട്ടരും സെല്ലിനകത്ത് തന്നെ കിടക്കേണ്ടി വരും. യഥാർത്ഥ കള്ളന്മാർ രക്ഷപ്പെടുകയും ചെയ്യും. അതുണ്ടാകാതിരിക്കാൻ നമ്മുടെ പഴയ കൗശലങ്ങൾ ഒരിക്കൽ കൂടി പ്രയോഗിക്കേണ്ടി വരും. സത്യശീലൻ, ആ സെല്ലിന്റെ താക്കോലെടുക്ക്. ഇതാ സാർ. മാത്തുണ്ണി, ആ ജീപ്പിന്റെ കീ ഇങ്ങോട്ട് എടുത്തേ.
ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയത് ഏതായാലും നന്നായി. ഓ, അല്ലെങ്കിലും തനിക്ക് എല്ലാ കാര്യത്തിലും വെപ്രാളവാ. അല്ലേ, യുവമാരിത് അവിടെ പോയി. നമ്മൾ തോമസ് മാത്യു, MLA പിള്ളച്ചേട്ടൻ, ഞാൻ. സാർ എന്നോട് ക്ഷമിക്കണം. സമൂഹത്തിലെ ഉന്നതന്മാരെ പിടികൂടാൻ എനിക്കൊരിക്കൽ കൂടി യൂണിഫോം അണിയേണ്ടി വന്നു. അർഹതയില്ലെങ്കിലും. അർഹതയില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ സത്യസന്ധതയും ധീരതയും നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ബോധ്യമായിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ഗോപിനാഥന്റെ സേവനം ഇനിയും ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ്. നിങ്ങളുടെ രാജി ഞാൻ സ്വീകരിച്ചിട്ടില്ല. യു ആർ സ്റ്റിൽ ഇൻ സർവീസ്.